നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട അമാവാസിയാണ്. അമാവാസിയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാണ് എന്ന് പരാമർശിക്കാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ കാര്യങ്ങൾ കൂടുതലായി വന്നു ചേരുക, ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്നു മുതൽ 3 ദിവസമാണ് കാര്യങ്ങൾ ഇവർക്ക് അനുകൂലം അല്ലാത്തത്. അതിനാൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ഇന്നേ ദിവസം ചില വസ്തുക്കൾ കയ്യിൽ കരുതുന്നത് അപകട സാധ്യത കുറയ്ക്കുവാൻ സഹായകരമാണ്. അതേക്കുറിച്ചും മനസ്സിലാക്കാം. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ 3 ദിവസം അനുകൂലമല്ല. ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ പോലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അനുകൂലമാകും എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് മനസ്സ് വിഷമിക്കുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സ് വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ കണ്ടു എന്ന് വരാം. കൂടാതെ ഈ സമയം പണം ആവശ്യമുണ്ട് എങ്കിലും കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥയോ ധനപരമായ പ്രയാസങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം ചില പ്രയാസങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും കയ്യിൽ മഞ്ഞൾ അല്ലെങ്കിൽ പൂജിച്ച കുങ്കുമം, ശിവക്ഷേത്രത്തിലെ ഭസ്മം, തുളസിയില അല്ലെങ്കിൽ വയമ്പ്, പച്ചക്കർപ്പൂരം എന്നിവ കരുതാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും 2 വസ്തുക്കളെങ്കിലും കരുതുവാൻ ശ്രമിക്കുക. ഞാൻ ഈ പരാമർശിച്ച വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവാണ് തീർച്ചയായും നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമല്ല എന്ന് തന്നെ പരാമർശിക്കാം. 3 ദിവസമാണ് അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും ഫലങ്ങളുടെ കാഠിന്യം കുറയും എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാകുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമല്ല. ധനപരമായ ചില നഷ്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കാതെ, കാര്യവിജയങ്ങൾ വന്നു ചേരാതെ കാര്യങ്ങൾ അല്ലെങ്കിൽ വഴിമുടക്കുകൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. അതിനാൽ മനസ്സിൽ വിഷമങ്ങൾ വന്നു ചേരാം. വേണ്ടപ്പെട്ടവരിൽ നിന്നും ചതി ലഭിക്കുകയോ അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ വാക്കുകൾ, സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. കൂടാതെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അധിക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ധനപരമായ ചില നഷ്ടങ്ങൾ, ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ പോലും ഉണ്ടാകാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ തർക്കങ്ങൾ വന്നു ചേരാം. അബദ്ധവശാൽ ചില കാര്യങ്ങൾ പറയുകയും അത് നിങ്ങൾക്ക് വിനയായി തീരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങൾ, വേണ്ടപ്പെട്ടവരിൽ നിന്നും ചില വേദനാജനകമായ കാര്യങ്ങൾ വന്നു ചേരുക, ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയിക്കുവാൻ സാധിക്കാതിരിക്കുക, വഴിമുടക്കുകൾ വന്നു ചേരുക, കാര്യവിജയം അകന്നു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിച്ചു എന്ന് വരാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ചില വ്യക്തികളെ അമിതമായി വിശ്വസിച്ചത് മൂലമോ നഷ്ടങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ, ധനപരമായ പ്രയാസങ്ങൾ, മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ കടന്നു വരിക, അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താത്തതായ ചില പ്രശ്നങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അനാവശ്യമായ സംസാരങ്ങൾ ശത്രുക്കളെ വർദ്ധിപ്പിക്കാം.
കൂടാതെ അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാക്കുന്നു. നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അവിടെ നിന്നും ഒഴിവായി പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമല്ല എന്ന കാര്യം നിസ്സംശയം പറയാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് മനസ്സിനെ വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീരാം. കൂടാതെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിതമായ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എങ്കിലും അത് പൊതുവിൽ കുറവായി ഭവിക്കും. അല്ലെങ്കിൽ സാധ്യതകൾ പല കാര്യങ്ങളിലും കുറയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിനെ അലോസരപ്പെടുന്നതായ ചില ചിന്തകൾ, ചില പ്രവൃത്തികൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ധനപരമായ നഷ്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യം, വിശ്വസിക്കുന്നവരിൽ നിന്നും ചില തിരിച്ചടികൾ, കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായി വരിക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. മറ്റൊരു നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. കാര്യങ്ങൾ 3 ദിവസം അനുകൂലമല്ല. പല വിധത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം. മാനസികപരമായി വളരെയധികം തളർച്ച നേരിടുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം മങ്ങുന്നതാണ്. കാര്യവിജയം നേടുവാൻ അല്പം പ്രയാസപ്പെടും എന്ന കാര്യം ഓർക്കുക. ഈ സമയം മനസ്സിനെ അലോസരപ്പെടുന്നതായ കാര്യങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ അല്പം പ്രയാസപ്പെടുന്നതായ സാഹചര്യമാണ്. അനാവശ്യമായ തർക്കങ്ങൾ ഈ സമയം വന്നു ചേരുകയും അത് മനസമാധാനം നഷ്ടപ്പെടുന്നതായ കാര്യമായി മാറുകയും ചെയ്യാം. അതിനാൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് 3 ദിവസം അനുകൂലമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാട നക്ഷത്രക്കാർക്കും 3 ദിവസങ്ങൾ അനുകൂലമല്ല. അപകട സാധ്യതകളുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരാതെ പ്രയാസങ്ങൾ നേരിടാം. കാര്യവിജയങ്ങൾ അകന്നു പോകാം. കാര്യ തടസ്സങ്ങൾ, വഴിമുടക്കുകൾ ജീവിതത്തിൽ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ അല്പം കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ടെൻഷൻ വർദ്ധിക്കുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത കുറയുന്നതിനോടൊപ്പം പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യമുണ്ട്. ഈ സമയം മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് കാരണമാകുന്ന ചില പ്രവൃത്തികൾ ചെയ്തു എന്ന് വരാം. അല്ലെങ്കിൽ സംസാരം അത്തരത്തിലാകാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അതീവ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തി ചെയ്യുവാൻ ശ്രമിക്കുക. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ കുറയുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശത്രുത വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അല്ലെങ്കിൽ ശത്രുത വന്നു ചേരാം. ബന്ധങ്ങളിൽ വിള്ളൽ വീഴാം. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ വന്നു ചേരാം. കുടുംബ ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ഈ സമയം 3 ദിവസങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഓരോ ദിവസം കഴിയും തോറും കാഠിന്യം കുറയും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാണ്. ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമല്ല. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ വലുതാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാകുന്നു. 3 ദിവസത്തെ കാര്യമാണ് പരാമർശിക്കുന്നത്. കൂടാതെ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്
മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരാം. തർക്കങ്ങൾ വർദ്ധിക്കാവുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും എങ്കിൽ പോലും അത് വഴിമുടക്കുകളാൽ നീണ്ടുപോകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം കൂടി കാലതാമസം നേരിട്ടു എന്ന് വരാം. 3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക. അതിനാൽ ഈ സമയം പ്രധാനമായും അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാകുന്നു. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമല്ല എന്ന് തന്നെ പരാമർശിക്കാം. 3 ദിവസങ്ങൾ ശ്രദ്ധയോടെ നീങ്ങേണ്ടതായ ദിവസങ്ങളാകുന്നു. ഈ സമയം ധനപരമായ നഷ്ടങ്ങൾ, പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥ, സന്തോഷകരമായ നിമിഷങ്ങൾ കുറയുക, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ കൂടിയാകുന്നു. കൂടാതെ ഈ സമയം സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണം. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഈ സമയം ഈ 3 ദിവസം നിങ്ങൾക്ക് അനുകൂലമല്ല. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യം തന്നെയാണ്.